ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മളൊക്കെ മടി പിടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ ചായൻ്റെ കടിക്കാണെങ്കിൽ ഒന്നും ഇല്ലതാനും, ഇനിയിപ്പോൾ എന്താ ഇപ്പം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ദിവസങ്ങളുണ്ടാവില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അടിപൊളി റെസിപ്പി കേട്ടോ. ഒരു പീസ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 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 കഴിക്കണം എന്ന് തോന്നുന്ന അത്രയും ടേസ്റ്റുള്ള ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ആദ്യം നമുക്ക് എന്താ വേണ്ടത്, ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇപ്പം 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പഞ്ചസാര വേണം, ആവശ്യത്തിനുള്ള പഞ്ചസാര. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയോളം എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കണക്ക് റെസിപ്പി അങ്ങനെ തോന്നില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള പോലെ കണ്ട് ചെയ്യാം. പിന്നെ ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് എന്നോ അങ്ങനെ ഒരു കണക്കൊന്നുമില്ല, ഞാൻ പിന്നെ ഒരു വീഡിയോ ഒക്കെ കാണിക്കാൻ വേണ്ടി ഇട്ടെന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഏലം, അത് 1 2 ഇട്ടാൽ മതി. അത് നന്നായിട്ടൊന്ന് കുത്തിച്ചതിച്ചിട്ട് അതും കൂടെ ഇട്ടിടുന്നത് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ പൊടി നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര എടുക്കാം, മുട്ട എത്രയാണോ വേണ്ടത് അത്ര എടുക്കാം, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ നമുക്ക് എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. മൈദ എല്ലാം നന്നായിട്ട് ഇളക്കില്ല എന്നുണ്ടെങ്കിൽ കട്ട പിടിച്ചും കൊണ്ടേയിരിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വെള്ളം കൊടുത്തിട്ട് തന്നെ ഒന്ന് ഇളക്കാം. അപ്പോൾ കട്ടൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് വരും. ഇപ്പോൾ ഏകദേശം കട്ടൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം ഇതൊക്കെ പോലെ തന്നെ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ അടുപ്പിൽ വെക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് എല്ലാ ഭാഗത്തേക്കും തട്ടുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ആ കുഞ്ഞ് ബെലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ 3 വർഷം വരെ അതിൽ മുകളിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോഴേക്കപ്പം കിട്ടുന്നതാണ്. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം കേട്ടോ. അപ്പോൾ നമ്മളത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റവ എടുക്കും കേട്ടോ. ഞാൻ ആ റവ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇതൊക്കെ എൻ്റേതായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. കാരണം മടി പിടിച്ചിരിക്കുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടണ്ടേ. അപ്പോൾ കുറച്ച് റവ എടുക്കും, അത് എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കും. പിന്നെ നമുക്ക് ടേസ്റ്റിന് കുറച്ച് എന്തെടുക്കും, തേങ്ങ. ആ തേങ്ങയും കൂടെ നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് എത്ര ക്വാണ്ടിറ്റി വേണമെന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. കാരണം അത്രയും ടേസ്റ്റായിട്ടത്. റവ ജസ്റ്റായിട്ട് ഇങ്ങനെ കടിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. പിന്നെന്താ വേണ്ടത് വെച്ചാൽ മുകളിൽ കുറച്ചും കൂടെ ഒന്ന് നെയ്യൊന്ന് വേണമെന്നെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി, ആ മുകൾ ഭാഗം മാത്രം ഇട്ട് അടി ഇളക്കരുത്. മുകൾ ഭാഗം മാത്രം ആ തേങ്ങയും ആ റവയൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇങ്ങോട്ട് താന്നു പോയിക്കോട്ടെ. കാരണം എന്നാൽ മുകളിലാവും വേണം, എന്നാൽ താവും വേണം, രണ്ടും വേണം. അപ്പോൾ അതങ്ങനെ കെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണത്. അല്ലെങ്കിൽ മുകളിൽ മാത്രമേ നിൽക്കൂലേ. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 10 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഒരു 10 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗം തൊട്ട് നോക്കിയപ്പോൾ ഒട്ടണമൊന്നുമില്ല, ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ, മറിച്ചിട്ട് കൊടുക്കൽ. എന്നാലും കുഴപ്പമില്ലാത്ത ലെവലിൽ ഇങ്ങോട്ട് വന്നു. അതല്ലെങ്കിൽ ഒരു പ്ലേറ്റിക്ക് കൊട്ടിയിട്ട് വേറെ ഏതെങ്കിലും പാനിക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാൻ പിന്നെ എല്ലാ പാനും കൂടെ കഴുകേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഈ പാനിൽ തന്നെ ഇട്ട് കൊടുക്കാൻ മടി പിടിച്ചിരിക്കുന്ന ദിവസമല്ലേ. അപ്പോൾ പിന്നെ അതൊക്കെ എല്ലാം മടി തന്നെയായിരിക്കും. അപ്പോൾ ഇതങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് ഒരു 5 മിനിറ്റോളം അങ്ങനെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കത് വെന്തുക്കണമെന്നൊന്നും നോക്കണ്ടേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൊട്ടിക്കൊടുക്കാം. അപ്പം ഇവിടെ നമ്മുടെ
അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ